ഉണരും പാളങ്ങൾ നിശയില്ലാ ജീവിതയാത്രകൾ. നിശ്ചയദാർഢ്യവും മനഃശക്തിയും കൊണ്ട് പരിമിതികളെ മറികടന്ന് വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച ഒരു മലയാളിയുണ്ട് നാസിക്കിൽ. ദേശീയതല ക്രിക്കറ്റിൽ മികച്ച പ്രകടനവും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റുമായി തിളങ്ങിയാണ് ജന്മന സംസാര ശ്രവണ വൈകല്യങ്ങളിൽ തളരാതെ കഠിനാധ്വാനവും ഇച്ഛാശക്തിയും കൊണ്ട് ഈ മലയാളി യുവാവ് വിധിയെ കീഴടക്കിയത്. പരാജയങ്ങളിൽ തളർന്നു പോകുന്ന പുതുതലമുറയ്ക്ക് മാതൃകയും വഴികാട്ടിയുമാണ് സുധീഷ് നായർ. എന്റെ ഒപ്പം ഉള്ളത് സുധീഷ് നായരും അരുണിമയാണ്. ഞാൻ പറയുന്നത് മുഴുവനായി സുധീഷിന് കേൾക്കാനും സാധിക്കില്ല, നീ കേട്ടാൽ തന്നെ സുധീഷിന് എന്നോട് പറയാനും സാധിക്കില്ല. പക്ഷെ അരുണിമ അങ്ങനല്ല, അരുണിമ പറയും. കുറച്ച് കേൾക്കാൻ പ്രശ്നമുണ്ടെന്നുള്ളൂ അല്ലെ. നാട്ടിലെവിടെയാണ് അരുണിമ? തിരുവനന്തപുരം. രണ്ടുപേരും കല്യാണം കഴിച്ച് വന്നാണ്. സുധീഷിന്റെ നാട് എവിടെയപ്പോ? അവിടെ തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ, എങ്ങനെയാണ് കണ്ടത്? ലവ് ആയിരുന്നു. ഓക്കെ, ഇഷ്ടായി. സുന്ദരനാണല്ലോ. ഓക്കെ. പരാജയങ്ങളിൽ തളർന്നു പോകുന്ന പുതുതലമുറയ്ക്ക് മാതൃകയും വഴികാട്ടിയുമാണ് സുധീഷ് നായർ. ദേശീയതല ക്രിക്കറ്റ് താരം സുധീഷ് നായർ കായിക മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ വൈകല്യങ്ങളെ മറികടന്ന് ജീവിതത്തോട് പൊരുതി നേടിയ വിജയമാണിത്. പിന്നെ പുള്ളി കരാട്ടെ, ക്രിക്കറ്റ് കളിക്കും അല്ലേ? ക്രിക്കറ്റില് പാകിസ്ഥാനെതിരായിട്ട് കളിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. എന്താണ് ചെറിയ വയസ്സ് തൊട്ടേ എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചേ? ഓക്കെ. എത്ര ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോഴോ? 3rd സ്റ്റാൻഡേർഡ്. ഓക്കെ. അപ്പൊ തൊട്ട് ക്രിക്കറ്റ്. ശരി. എന്താണ് ക്രിക്കറ്റിനോട് ഇത്ര ഇഷ്ടം സുധീഷിന്? ജന്മന സംസാര ശ്രവണ വൈകല്യമുള്ള സുധീഷിന് പക്ഷേ മനസ്സിലെ അഭിരുചികളെ തളച്ചിടാൻ അതൊന്നും തടസ്സമായില്ല. തിരുവനന്തപുരം സ്വദേശിയായ അച്ഛൻ ആർ സുന്ദരം നായർ ഇന്ത്യൻ ആർമിയിലായിരുന്നു. 2005 അച്ഛൻ വിട പറഞ്ഞതോടെ അമ്മയുടെ തണലിലായിരുന്നു പഠിച്ചതും വളർന്നതും. അച്ഛൻ പട്ടാളത്തിലായിരുന്നു. ആ യുദ്ധത്തിലാണോ മരിച്ചത്? സുധീഷ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ വെച്ച് പാകിസ്ഥാനുമായി ഉണ്ടായ ഒരു യുദ്ധത്തിലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ വീരമൃത്യു പ്രാപിച്ചതെന്ന് പറഞ്ഞു. കുടുംബത്തിന്റെ പിന്തുണയാണ് തന്റെ നേട്ടങ്ങൾക്ക് പിറകിലെന്ന് സുധീഷ്. പരിമിതികൾ ഉണ്ടായിട്ടും ക്രിക്കറ്റ് കളി നിർത്താൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇതോടെ സ്വപ്നങ്ങളെ പിന്തുടർന്നാണ് ഒന്നൊന്നായി എല്ലാം നേടിയെടുത്തത്. എനിക്ക് വലിയൊരു ആഗ്രഹം പുള്ളോടൊന്ന് ക്രിക്കറ്റ് കളി. അതുകൊണ്ട് നമ്മളിപ്പോ ഗ്രൗണ്ടിൽ വന്നു. പക്ഷെ ഗ്രൗണ്ടിൽ വന്നപ്പോ എനിക്ക് വേറെ സംഭവം അറിയോ? ചേട്ടനെ ഞാൻ തന്നെ വിളിച്ചെന്നറിയോ? നമുക്ക് പുള്ള വീട് വരെ ഒന്ന് പോണം. കാരണം അറിയോ, 40 സ്വർണ്ണ മെഡൽ ഇരിപ്പുണ്ട്. ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില കൂടുതലാണ്. ഒരു 10 എനിക്ക് തരണം. പിന്നെ 25 സിൽവർ മെഡൽ ഉണ്ട്. പിന്നെ 40ഓളം ബ്രോൺസ് മെഡൽ ഉണ്ട്. 55-60 ട്രോഫി ഉണ്ട്. എത്ര സാധനം! ഇത് വെക്കണമെങ്കിൽ തന്നെ വലിയ റൂം വേണം. പഠനത്തിനോടൊപ്പം കായിക രംഗത്തും തിളങ്ങി. ക്രിക്കറ്റിനോടൊപ്പം മികച്ച അത്ലറ്റായും സമ്മാനങ്ങൾ വാരിക്കൂട്ടി. 2010 കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്. പിന്നെ മറാഠി സിനിമകളിലും ഇണങ്ങുന്ന വേഷങ്ങളിലും എത്തി. ആ സിനിമയുണ്ട്. ഏത് സിനിമ? മറാഠിയാണോ? മറാഠി സിനിമയില് ആണ് അല്ലെ? അതിലെന്താണ്? ഫൈറ്റ് ആണ്. പുള്ളി ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? പഠിക്കൂ. വഴക്കുണ്ടാക്കും. പേടിയാണോ? അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്കെങ്ങാനും ഒരാടി. മുംബൈയിലെ അവിനാഷ് ആഗാർക്കറുടെ കീഴിലായിരുന്നു പരിശീലനം. സംസാരിക്കാനും കേൾക്കാനും കഴിഞ്ഞില്ലെങ്കിലും സുധീഷിന്റെ ഭാഷ അഗർക്കാർ തിരിച്ചറിഞ്ഞു. ആംഗ്യഭാഷയിൽ ക്രിക്കറ്റ് കളിയിലെ നിയമങ്ങളും വിക്കറ്റും ഇന്നിങ്സും റൺസുമെല്ലാം ശാസ്ത്രീയമായി സ്വായത്തമാക്കി. അപ്പൊ ഈ പോകുമ്പോ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഇവര് ക്രിക്കറ്റിലൊക്കെ ട്രെയിനിങ് ചെയ്യുമ്പോഴേ എങ്ങനെയായിരുന്നു ലാംഗ്വേജ്? എങ്ങനെ പഠിച്ചു? ലിപ്പിംഗ്.
നാസിക്കിൽ നിന്ന് ഇവിടെ വരുമായിരുന്നല്ലേ ബോംബെയിൽ ട്രെയിനിങ്ങിന് അല്ലേ? വരുമായിരുന്നു ഡെയിലി. ഓക്കെ ഓക്കെ. രാവിലെ വന്ന് പിന്നെ വൈകുന്നേരം തിരിച്ചു പോയിരുന്നു ഡെയിലി. അപ്പൊ ഈ എക്സസൈസ് ഒക്കെ ബോഡിയൊക്കെ ഫിറ്റ് അല്ലേ? ഇനി കരാട്ടെ ഇവിടുന്ന് പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ്. ഇതെല്ലാം കൂടെ പറഞ്ഞു വരണമെങ്കിൽ നമുക്ക് 30 മിനിറ്റ് പോരാ. ആക്ച്വലി അതിനേക്കാളും കൂടുതൽ സമയം എടുക്കും. അത്രയധികം അച്ചീവ് ചെയ്ത ഒരാളാണ് സുധീഷ് നായർ. തീർച്ചയായും സുധീഷ്. ക്രിക്കറ്റിലെ മികച്ച പ്രകടനം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിന്നും ദേശീയ തലത്തിലേക്ക് ഉയർത്തി ബദിരർക്കായുള്ള ദേശീയ ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് തിരഞ്ഞെടുത്തതോടെ വെല്ലുവിളികളെ മറികടന്നാണ് ഈ 31കാരൻ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയത്. ക്രിക്കറ്റ് ലോകത്തെ അതികായകരായ സച്ചിൻ ടെണ്ടുൽക്കർ, ധോണി അടക്കം ബോളിവുഡിലെ ഹൃദേശ് ദേശ്മുഖ്, സോഹൻ ഖാൻ തുടങ്ങി നിരവധി സെലിബ്രിറ്റികളുടെ പ്രശംസയാണ് സുധീഷ് പിടിച്ചുപറ്റിയത്. സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടില്ലായിരുന്നു പോയിട്ട്? സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് പറഞ്ഞു? ഓക്കെ 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 ഗ്രേറ്റ്. ശരിക്കും ഞാന് ഇവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പം അവരുടെ ചുണ്ടിൽ ആ ഭാഷയുണ്ട്, കണ്ണിലുമുണ്ട് ആ സ്നേഹം. അതുകൊണ്ട് ഞാനും കുറച്ച് ഭാഷയൊക്കെ പഠിച്ചു. അതായത് നമ്മുടെ സുധീഷിനെ കണ്ടപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ തിരിച്ചു വന്നു അല്ലെ, എന്നിട്ട് ഉദയം ഫോട്ടോ എടുത്തു, അപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, സുധീഷിനെ കണ്ടപ്പം ക്രിക്കറ്റിന്റെ ദൈവം, ക്രിക്കറ്റിന്റെ ഇതിഹാസം അല്ലെ സച്ചിൻ ടെണ്ടുൽക്കർ തിരിച്ചു വന്ന് സംസാരിച്ചു. എന്ത് പറഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കർ? ഓക്കെ, ലോകത്തിൽ കളിച്ച ആളാന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. യെസ് അല്ലേ? സന്തോഷം തോന്നുന്നുണ്ടല്ലേ? ഹൈദരാബാദിൽ നടന്ന ഏഷ്യ കപ്പിലും ലക്നൌവിൽ നടന്ന വികലാംഗരുടെ ലോകകപ്പിലും ഓൾറൗണ്ടറായ സുധീഷ് തിളങ്ങി. പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ ആവേശത്തിലായ ആരാധകരുടെ ആരവങ്ങൾക്ക് മുന്നിൽ നിശബ്ദനായി സന്തോഷം പങ്കിട്ട വൈകാരിക മുഹൂർത്തങ്ങൾ. ഉള്ളി കഴിപ്പ് മാത്രമേ ഉള്ളൂ, കുക്കിംഗ് ആൻഡ് ഷാപ്പാണ്, അത്രേ ഉള്ളൂ. വരയ്ക്കും. വരയ്ക്കുമല്ലേ നന്നായിട്ട്? എന്നെ ഒന്ന് വരയ്ക്കുവോ? ഓക്കെ, അടുത്ത പ്രാവശ്യം എനിക്കൊന്ന് വരച്ച് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ, ഫോട്ടോ അയച്ചു തന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ വലിയ വരയ്ക്കുന്ന ആളാണ് കേട്ടോ. പ്രേക്ഷകർ എനിക്ക് ഫോട്ടോ അയച്ചാൽ മതി, ഞാൻ അരുണിമയ്ക്ക് അയച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലെന്നോ, വീട്ടിലാണ് ഫുഡ് അടിക്കുക, കുക്ക് ചെയ്യുക, അതിനിടയ്ക്ക് വരച്ചിട്ട് ഞാൻ കഴിച്ചു തരണം. ഈ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രാവശ്യം അരുണിമ വരച്ചു കൊടുത്തല്ലോ, ഏകനാഥ് ഷിൻഡെ. നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ മഹാരാഷ്ട്രയിലെ, വരച്ചു കൊടുത്തല്ലേ? ആ ലെവലിലേ വരയ്ക്കത്തുള്ളൂ, ഞങ്ങളെ ഒന്നും വരയ്ക്കത്തില്ലേ? അല്ല, ഞാൻ പറഞ്ഞപ്പോ എന്താണെന്ന് വെച്ചാല് നമ്മളുടെ വെച്ചാൽ മലയാളികൾക്ക് ഉള്ള ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുള്ള കുട്ടികളും ഇവരെ സംബന്ധിച്ച് പ്രത്യേകം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ സത്യം പറഞ്ഞാൽ പുറം ലോകം അറിയുന്നില്ല. ഇത് എല്ലാം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറം ലോകം അറിഞ്ഞിട്ടില്ല. പുറം ലോകം അറ്റ്ലീസ്റ്റ് നമ്മൾ പുള്ളിക്കാരൻ മറാഠി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ നേരിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒന്നെങ്കിൽ സുരേഷ് ഗോപി ഒന്ന് നേരിട്ട് കാണാം, പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് കാണണം അല്ലേ? പക്ഷെ സുരേഷ് ഗോപി തീർച്ചയായും നമ്മൾ മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുന്നത് നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിലൊരു സംഭവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്, ഈ ചെറിയ വയസ്സിൽ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ അവരുടെ ആദ്യം കേൾവി ശരിയാണോന്ന് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് സംസാരിക്കാനും പറ്റും. മനസ്സിലായി? പക്ഷെ ഞാനത് സുധീഷിനോട്, ഇപ്പൊ സുധീഷ് പറയുന്നത് ആക്ച്വലി സുധീഷ് ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു അത്ര എന്നാണ് സുധീഷ് പറഞ്ഞല്ലേ. 30 മിനിറ്റ്സോളം ഒന്നും ഇല്ല, മരിച്ച പോലെ ആയിപ്പോയി അല്ലെ. പെട്ടെന്ന് പുള്ളി തിരിച്ചു വരുമായിരുന്നു. അപ്പൊ ആ സമയത്ത് കേൾവിയും ഇതും നഷ്ടപ്പെട്ടു. പക്ഷെ അത് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സുധീഷ് അതിൽ അത്ര ദുഃഖിതനൊന്നുമല്ല. കാരണം അത് പുള്ളി തരണം ചെയ്താൽ അതുകൊണ്ടുള്ള ഇത്രയും ലെവലിൽ എത്താൻ പറ്റി. അങ്ങനെ മനക്കട്ടിയും മുന്നോട്ട് കയറണം പറയുന്നത് ദൈവം ഇവർക്ക് മറ്റൊരു ശക്തി കൊടുക്കുന്നു. ഒരുപാട് നന്ദി. എനിക്ക് അങ്ങനെ നന്ദി പറയണമെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ എത്തിയിട്ടുണ്ട്. പ്രൊഡ്യൂസറിന് ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു മൊമെന്റോ സമ്മാനിക്കുന്നത്. ഹലോ നമ്മുടെ പേര് അജയേട്ടാ. തീർച്ചയായും ഇവരെയൊക്കെയാണ് നമ്മൾ വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടത്. വർണ്ണ പൂഞ്ചോലുകളില്ലാതെ, സ്വർണ്ണാഭരണങ്ങളില്ലാതെ കാന്തനെ ദൈവമായി കരുതുന്ന കൺമണി നിൻ മനസ്സിനകത്തുള്ളൂ സൗന്ദര്യതാരമെന്നാണ്. കാന്തനെ ദൈവമായി കരുതുന്ന കൺമണി അല്ലെ?
അവർ തീർച്ചയായും സന്തോഷത്തോടെ ഒരുപാട് വർഷം ജീവിക്കട്ടെ. ഒപ്പം സുധീഷിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. പ്രേക്ഷകരോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നെക്കാളും പ്രായമുള്ള ഒരാളായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ കാലത്തൊട്ട് വന്നിച്ചേനെ. കാരണം അത്ര സ്നേഹവും അത്ര ഇഷ്ടവും, എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ തിരിച്ചു വരാം. ഇടവേളയാണ് ഹലോ മൊബൈൽ. വ്യക്തി ഹലോ മൊബൈൽ. Hey.